മഹാനവറുകൾ റൗള ഷരീഫിലേക്ക് എത്തി. റൗള ഷരീഫിൽ ചെന്ന് നമ്മൾ അങ്ങേയറ്റം അങ്ങോട്ട് മുത്തനബിൻ്റെ അടുക്കൽ ചെന്ന് നമ്മളെ ആവശ്യം പറയലാണ്. ഷെയ്ഖുന സിയാറത്തിന് വേണ്ടി പോയപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായിലേക്ക് മുത്തനബി ഇറങ്ങി വന്നിട്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ CM മടവൂർ എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കബി എന്ന് പറയപ്പെടുന്ന മടവൂർ ഭാഗത്ത് മറപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഈ മുസ്ലിയാക്കന്മാർ ഇത്രയും വാചാലമായിക്കൊണ്ട് പച്ചക്കളവിങ്ങനെ തട്ടിവിടുമ്പോൾ, എഴുന്നള്ളിക്കുമ്പോൾ അത് നമുക്ക് തിരുത്തി പറയുവാൻ, ഇവർ കളവാണ് പറയുന്നതെന്ന് പറയുവാൻ വേണ്ടിയിട്ട് CM മടവൂർ എന്ന് പറയുന്ന മരിച്ചുപോയ ആളെ കൂടി നമുക്ക് എടുത്ത് പറയേണ്ടി വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ആ ഒരു മനുഷ്യനെ, മരിച്ചുപോയ മനുഷ്യനെ നമ്മൾ ഇകഴ്ത്തുവാൻ വേണ്ടിയിട്ടോ മോശക്കാരനാണെന്ന് വരുത്തുവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. അദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു മസ്ജിദിൽ ഇമാമായിട്ടും ഖത്തീബായിട്ടും ഒക്കെ ജോലി അനുഷ്ഠിച്ചിരുന്ന സമയത്ത് ചെറിയ താളപ്പിഴകളുടെ ഭാഗമായിക്കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ചാബല്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടോ പുലിമൊയ്തീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായിട്ട് ചേരുകയും അദ്ദേഹവുമായിട്ടുള്ള സഹവാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ വരികയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കുറേ ദുശീലങ്ങൾ കടന്നു വരികയും ചെയ്തു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് മാനസികമായിക്കൊണ്ട് വൈകല്യമുണ്ടാവുകയോ വിഭ്രാന്തി ഉണ്ടാവുകയോ ചിത്തഭ്രമത്തിലേക്കോ മറ്റു അവസ്ഥകളിലേക്ക് അദ്ദേഹം മാറുകയോ ചെയ്തു. ഓക്കെ, അങ്ങനെ ഉള്ളത് അത് ആ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും പറയുകയും ചെയ്താൽ മതി. ഇതിങ്ങനെ കൊട്ടിഘോഷിക്കാനുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ അയാൾ മരിച്ചതിന് ശേഷം അയാളെ വലിയൊരു പുണ്യാത്മാവാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട്, പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ മുസ്ലിയാർ വർഗം ഇങ്ങനെ പറഞ്ഞു കൂട്ടുകയാണ്. ഈ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഒരു യാഥാർത്ഥ്യവുമില്ല. ഇപ്പോൾ ഈ പറയപ്പെട്ട ഈ മജീദ് മുസ്ലിയാർ AP വിഭാഗത്തിൽ ഏറ്റവും പ്രഗത്ഭനായ മുസ്ലിയാക്കന്മാരിൽ ഒരാളാണ് ഈ മജീദ് മുസ്ലിയാർ. ഇയാൾ പറയുന്നത് ഷെയ്ഖുന എന്ന് പറയുന്ന ഇവരുടെ CM മടവൂര് മദീനത്ത് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മുനവ്വറയിലെ ആ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നു ഈ ചെങ്ങായി പറയുന്നത്, അല്ലെങ്കിൽ ഈ മുസ്ലിയാർ വേഷധാരി പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുകയല്ലേ, നിങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ പറയപ്പെട്ട ഈ മുസ്ലിയാക്കന്മാരെ എഴുന്നള്ളിച്ചുകൊണ്ട് വേദി കൊടുത്തുകൊണ്ട് മൈക്ക് വെച്ചുകൊണ്ട് ഇതുപോലെ വങ്കത്തരങ്ങളും ഇല്ലായ്മയും പൊള്ളത്തരങ്ങളും പ്രസംഗിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ കരളിൻ്റെ കഷ്ടമായ മദീനയുടെ മണവാളൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ഷരീഫ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്, ഖബറിൽ നിന്ന് നീച്ചു വന്നിട്ട് ഇയാൾ പറയണ പോലെ ഈ ചിറ്റടിമേത്തൽ അബൂബക്കറിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതല്ലേ. ബാക്കവി അദ്ദേഹം ഔലിയാണോ ഔലിയല്ലേ, ഇതൊന്നും നമ്മുടെ പ്രശ്നമല്ല. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാണ്, ഖാത്തിമുൽ അംബിയാണ് അല്ലേ. അപ്പോൾ ആ ജദ്ദുൽ ഹസനി വൽ ഹുസൈൻ എന്നൊക്കെ നിങ്ങൾ താജ് സ്വലാത്തിലൂടെ പാടിപ്പുകഴ്ത്താറുണ്ടല്ലോ. ആ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൊച്ചറായുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ, അത് വിളിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ജനങ്ങളെ. ഇനി അയാൾ കുറച്ചുകൂടി പറയട്ടെ, കേട്ടോക്കി നിങ്ങൾ. ഒന്നായി ആലിംഗനം ചെയ്ത മൊയ്തീൻ സാഹിബ് ഇങ്ങോട്ട് വന്നതുപോലെ ഇസ്ലാം കാര്യം പൂർത്തിയാക്കലോടുകൂടി മുത്തനബി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അങ്ങ് പൊതിഞ്ഞതാണ്. ഇസ്ലാം കാര്യം പൂർത്തിയാക്കാന്ന്, ഈ ഇസ്ലാം കാര്യം പൂർത്തിയാക്കാന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് ഹജ്ജ് ചെയ്തിട്ട് അത് പൂർത്തീകരിക്കും എന്നുള്ള ആ ഒരു ഇതിലായിരിക്കും. ഷഹാദത്ത് കലിമ എന്ന് പറയുന്ന ഒന്നാമത്തെ ആ ഷഹാദത്തിൽ ഖിയാനത്ത് വരുത്തിയിട്ട് കളങ്കം വരുത്തിക്കൊണ്ട് വഞ്ചന കാട്ടിക്കൊണ്ടാണ് ഈ ബാക്കി 4 കാര്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് വെച്ചെങ്കിൽ ഒരു കാര്യമില്ല. അത് മറ്റൊരു കാര്യം, അതെന്തോ ആവട്ടെ, അതല്ല നമ്മുടെ പ്രശ്നം. ഞങ്ങളുടെ മുത്തു മുഹമ്മദ് മുസ്തഫ ഏതോ ഒരു ചങ്ങായി അങ്ങോട്ട് പോയപ്പോൾ തന്നെ വന്നിട്ട് ഇങ്ങോട്ട് വാരി പുണർന്നിട്ട് കെട്ടിപ്പുണർന്നൊക്കെ എന്തിനാണ് മജീദ് മൗലിയരെ എങ്ങനെ തള്ളണത്? എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുന്ന ലാഭം? എന്താ ചേറ് ലാഭത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള വിവരക്കേട് മുത്തു നബിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് CM മടവൂരിനെ പറയുമ്പോൾ തന്നെ ഇത്രക്ക് കുരുപൊട്ടുന്നത്? ഇത് കേൾക്കുന്ന ചില ആളുകളുണ്ട്. CM-നെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്, എന്നാൽ മുത്തു നബിനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായില്ലടോ അല്ലേ? ചിന്തിക്കണ്ടേ? മജീദ് മൗലിയാർ പറയട്ടെ. അങ്ങനെ ആലിംഗനം ചെയ്തതാണ് ഇത്. അത് ആ അവസ്ഥയിൽ മനസ്സിലാക്കിയ മഹാനായ EK ഉമർ ഹാജി തങ്ങൾ ആ കാര്യം ഹജ്ജ് കഴിഞ്ഞ് വന്ന ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്. അപ്പോൾ CM-നെ ആലിംഗനം ചെയ്തു ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന മുനവ്വറയിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ആലിംഗനം ചെയ്തു എന്നാണ് പറയണത്. അത് ആര് കണ്ടുകൊണ്ടു? വേറൊരു തങ്ങളും കണ്ടു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ CM മടവൂരിനെ ആലിംഗനം ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ തങ്ങൾ എന്ന് പറയുന്ന ഈ നുണ പറയാൻ കൂടിയ തങ്ങളുണ്ടല്ലോ, മൂപ്പര് പോയിട്ട് ഒന്ന് ഷഫാത്ത് ചെയ്തിട്ടുണ്ടോ? മൂപ്പര് ആ കൈ പിടിച്ചൊന്ന് മുത്തിയിട്ടുണ്ടോ? ഒന്ന് വാരിപ്പുണർന്നിട്ടുണ്ടോ? അല്ലേ? അതും നമുക്കറിയണല്ലോ. ഇല്ലേ?
അപ്പം നുണയല്ലേ, നുണ പറയുമ്പോൾ നുണക്ക് പൂർത്തീകരണം ഉണ്ടാവില്ല, സത്യത്തിന് പൂർത്തീകരണം ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം തിരിച്ചറിയാം. മജീദ് മൗലവി പറയും. അന്ന് ശിവനായെ പറ്റി ചിറ്റടയത്തിലെ അബൂബക്കർ മുസ്ലിയാർ എന്നാ പറയാ, ചിറ്റടയത്തിലെ അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ഈ സംഭവം പറഞ്ഞെന്ന് ഷെയ്ഖുനായുടെ മകൻ ബാബ ഉസ്താദാണ്. ശരി, അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. മൂപ്പരോട് പറഞ്ഞു കൊടുത്തത് ഏതോ ബാബ ഉസ്താദ് അത്രേ. എന്തായാലും പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള വങ്കത്തരങ്ങളും വിടുവായത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഇവരിത് കൊണ്ടെത്തിക്കുന്നത് ഇവരുടെ ജാറ വ്യവസായത്തിലേക്കും ഇവരുടെ ബിദ്അത്ത് വ്യവസായത്തിലേക്കും ഇവരുടെ ശിർക്ക് പ്രചരണത്തിലേക്കും ഒക്കെയാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മളിതിങ്ങനെ കാണിക്കുന്നത് ഇവരില്ലായ്മ ചെയ്യാനൊന്നുമല്ല, ഇവർ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവർ നന്നാവുന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ല, നന്നാവുന്ന ചില ആളുകളുണ്ട്. ഒരു സഹോദരൻ പ്രവാസിയായി അദ്ദേഹം ജീവിതം തുടങ്ങിയ ആ കാലഘട്ടം മുതൽ അദ്ദേഹത്തിന് വന്ന മാറ്റങ്ങൾ, അദ്ദേഹം യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് തിരിച്ചറിയൽ, ഇതുപോലെയുള്ള വങ്കത്തരങ്ങളും വിവരക്കേടുകളും കേട്ടുകൊണ്ട് മാറിയ ആളുകൾ അവരുടെ അനുഭവം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇവരെക്കുറിച്ച് ഇതിങ്ങനെ തുറന്നു കാണിക്കാൻ തോന്നും എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെയുള്ള ഒരു സഹോദരൻ്റെ ഒരു വോയിസാണ് ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നത്. കുറച്ച് മുൻപ് നമ്മളൊരു തവണ ഉപയോഗിച്ചതാണ്. എങ്കിലും ഈ ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള താലേക്കെട്ടും കെട്ടി നടക്കുന്ന പോറാട്ടക്കെട്ടും കെട്ടി നടക്കുന്ന ഇതുപോലെയുള്ള ഷെറും താങ്ങി നടക്കുന്ന മുസ്ലിയാക്കന്മാർ, മൊയ്ലിയാക്കന്മാർ ഇതുപോലെ നുണ പറഞ്ഞുകൊണ്ട് ചില ആളുകളെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് സത്യസന്ധമായിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്ന ആളുകളെയും പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ ഒരു വിഷയം ഇവിടെ ചേർക്കുന്നു. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ബദ്രുദ്ദീനാണ്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. ഞാൻ മറ്റേ ആ ഒരു കറാമത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ചൂഷണം എന്ന് പറഞ്ഞേ, ആ ഒരു ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞാനൊരു കാലത്ത് ഞാൻ ഇതുപോലെ തന്നെ ഒരുപാട് ജാറങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുനടന്നിരുന്ന ഒരാളാണ്. ബുദ്ധിയില്ലാത്തൊരു പ്രായത്തിൽ, മീൻസ് അങ്ങനെയല്ല, ബുദ്ധിയില്ലാത്തതല്ല, നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതും കാര്യങ്ങളൊക്കെ. ഞാൻ ആ ഒരു സുന്നി മദ്രസയിലായിരുന്നു പഠിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്നത്തെ ആ ഒരു അവസ്ഥകൾ, ഉസ്താദുമാരെ ആ സംസാരങ്ങളും കാര്യങ്ങളും, ഇതുപോലുള്ള വിധത്തിൻ്റെ ആളുകളെ സംസാരം കേട്ട് പോകരുത്, നമ്മൾ കാരണം പഴച്ചു പോയി നമ്മൾ എന്നുള്ളൊരു അങ്ങനെ ഒരു മൈൻഡിലായിരുന്നു ഉസ്താദുമാർ വളരെ ചെറുപ്പത്തിൽ നമ്മളൊരു പറഞ്ഞ് പഠിപ്പിച്ചു തന്നത്. പിന്നെ മാത്രമല്ല, മുജാഹിദീങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു ഔലിയാക്കളെ പൂജിക്കുന്ന ആളുകൾ വിട്ടുമാറി നിൽക്കുന്ന ഈ മുസ്ലിങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പായിരുന്നു. കാരണം നമ്മുടെ മനസ്സിൽ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് തന്നെ ഇഞ്ചക്ട് ചെയ്തിരുന്നത് അവർ അള്ളാഹിൻ്റെ റസൂലിനെ അവർ ബഹുമാനിക്കുന്നില്ല, അള്ളാഹിൻ്റെ റസൂലിനോട് സ്നേഹമില്ലാത്ത ആളുകളാണ്, സ്വലാത്തില്ലാത്ത ആളുകളാണെന്ന് ഞങ്ങൾ മുജാഹിദീങ്ങളെ കുറിച്ച് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു. മുജാഹിദീങ്ങളെന്നല്ല, ഈ ഒരു സുന്നികളിൽ നിന്ന് അവകാശപ്പെടുന്ന ആ ഒരു സമുദായത്തിൽ പെടാത്ത ആളുകളെ മൊത്തത്തിൽ. അപ്പോൾ ചെറുപ്പം മുതലേ ഒരു വെറുപ്പായിരുന്നു മുജാഹിദീങ്ങളെ കാണുമ്പോൾ തന്നെ. കാരണം അവർ മുസ്ലിങ്ങളെക്കാട്ടും വലിയൊരു തരം താഴ്ന്ന ആളുകളാണെന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു ഇപ്പോൾ എനിക്ക് പോലും ഉണ്ടായിരുന്നത്. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വാക്കുകൾ കേട്ട് പോകരുത്. ഉസ്താദുമാർ പറയായിരുന്നു, അവർ സലാം ചൊല്ലിയാൽ വാലേക്കും 3 പറയണം, അതായത് അള്ളാഹുവിൻ്റെ നാശം നിങ്ങളുടെ മേലുണ്ടാവട്ടെ എന്ന് അവരോട് പറയണം എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു പഠിപ്പിച്ചു വിട്ടിരുന്നത്. അത് ഇന്നെ മാത്രമല്ല, എല്ലാവരെയും ഒരുപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ 10, 8 പഠിക്കുന്ന സമയത്ത് തന്നെ ഈ മുജാഹിദീങ്ങളെ കാണുന്നതോ അല്ലെങ്കിൽ അവരുമായി കാണുന്ന സംസർഗത്തിൽ ഏർപ്പെടുന്നതോ, മുജാഹിദ് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമായിരുന്നു നമ്മൾ. അവരുടെ അടുക്കാൻ പോയിപ്പോൾ കൂട്ടുകാരായാലും ഏതൊരു നിലവാരത്തിൽപ്പെട്ട ആളുകളായാലും മാറ്റി നിർത്തപ്പെടും. നമ്മളതിനെ മാനസികമായിക്കാണ്ട് അവരെ മാറ്റി നിർത്തപ്പെടും. അങ്ങനെ ഇവിടെ എൻ്റെ ഒരു അമ്മായി ആയിരുന്നു എൻ്റെ ഉപ്പാൻ്റെ പെങ്ങൾ. അവരിതുപോലെ തന്നെ ഭയങ്കര ഈ ഒരു CM ഒക്കെ ആളായിരുന്നു. മീൻസ് അവർ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ അനിയനൊരു ഇതുപോലെ തന്നെ ചവിട്ടിലൊരു പഴുപ്പിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മായി ആയിരുന്നു ഇന്ന് 4 മണിക്ക് അനിയനിട്ട് പോകും. കാരണം എല്ലാ ശനിയാഴ്ച വെള്ളിയാഴ്ച ഏതൊരു ടൈമിൽ അനിയൻ ചെറുപ്പമായിരുന്ന സമയത്ത്. അങ്ങനെ ഈ CM അല്ല, ഈ മുക്കത്ത് ഉസ്താദ് ഉണ്ടല്ലോ, മരിച്ചുപോയി. മൂപ്പര് അടുത്തേക്ക് പോയി അവിടെ നിന്നത്തേക്ക് മന്ത്രങ്ങളും കാര്യങ്ങളും ഇതുപോലെ ചെല്ലാനും പറയാനും മഹാന്മാരെ പേര് നേർച്ചയാക്കാനൊക്കെ ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അനിയൻ്റെ ഏകദേശം 6 വർഷത്തോളം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവന് മാറ്റമൊന്നുമില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ഡോക്ടറെ കാണിച്ച സമയത്ത് അവൻ്റെ ചവിട്ടിൽ തമ്മിൽ ചെറുപ്പത്തിൽ അവന് എന്തോ സാധനം ഇട്ട് കളിച്ച സമയത്ത് ഒരു തിക്കൈകളുള്ള സാധനം ചവിട്ടി പോയിരുന്നു. അപ്പോൾ അത് അടഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അത് ഡോക്ടർ എന്ത് ചെയ്തു പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇത് ഉപയോഗിച്ച് കണ്ടത് പുറത്തെടുത്തു. പിന്നെ അൽഹംദുലില്ലാഹ് അതിന് ശേഷം അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതേ അമ്മായി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അമ്മായി എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ വേറൊരു നാട്ടിലേക്ക് സ്ഥലം മാറിപ്പോയതാണ്. കാക്ക അതേപോലെ തന്നെ വീടെടുത്തുകൊണ്ട്. അപ്പോൾ ആ വീടിൻ്റെ അടുത്ത് ഒരു ഇതുപോലെ ഈ ഒരു ബിദ്അത്തുകളും കാര്യങ്ങളൊന്നും വിട്ടുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരത്തിലൂടെ ഈ അമ്മായിക്ക് പിന്നൊരു
ഒരു ആകർഷണീയത തോന്നി. ശരിയാണല്ലോ, ഇലാഹി പ്രസ്ഥാനത്ത് ഏക ഇലാഹിനെ ആരാധിക്കണം എന്നുള്ള ഒരു സങ്കല്പമാണല്ലോ അവർ പറയുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അവർ ഈ ഒരു ഇതുപോലുള്ള ആചാരങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങളെ ഫാമിലി മൊത്തം അവരെ അവഹേളിക്കുമായിരുന്നു, മീൻസ് അവരൊറ്റപ്പെടുത്തി. അവരെ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരെ വളരെ മാനസികമായി കണ്ട് താഴ്ത്തി. കുടുംബ ബന്ധം മുറിക്കപ്പെട്ടു, അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും. പിന്നെ അവരെക്കുറിച്ച് എല്ലാവരും പാടി നടക്കും, മീൻസ് ഒരു പരിഹാസ കഥാപാത്രമായി കണ്ട്. കാരണം അവളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്, അവൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അവർ മഹാന്മാരെ അടുത്ത് പോയി പൂജിച്ചു, അത് ചെയ്തു. അവളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ, അത് മക്കളൊക്കെ കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ മുജാഹിദായി എന്നുള്ള ഒരു പരിഹാസം. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കും അവരോട് അങ്ങനെ മീൻസ് അങ്ങനെ ഒരു മുജാഹിദമ്മായി എന്നുള്ളൊരു പരിഹാസമായിരുന്നു, നമുക്കറിയില്ലല്ലോ. പക്ഷേ അൽഹംദുലില്ലാ ഞാൻ കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഫാർമസിസ്റ്റാണ്, ഇവിടെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യണം, ഇപ്പോൾ റാസൽ കഴിഞ്ഞിൽ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫാമിലിയൊക്കെ പറഞ്ഞാൽ EK പ്രസ്ഥാനമാണ്. EKൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇങ്ങോട്ട് ഉണ്ട്, പക്ഷെ അത്രത്തോളം ഇങ്ങോട്ട് APക്കാരെ പോലെ ഇങ്ങോട്ട് ഖബർ ആരാധന കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് അത്ര ഇങ്ങോട്ട് പബ്ലിക്കായിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് പെട്ടത് ഞാനൊരു AP റൂമിലായിരുന്നു. അപ്പോൾ ഇവരോരോ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു മടുപ്പ് തോന്നി. കാരണം എനിക്ക് പിന്നെ അതിൻ്റെ ശേഷം ഒരു ഡൗട്ട് തോന്നി. കാരണം എൻ്റെ 2-3 സ്നേഹിതന്മാരൊക്കെ ഇതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോയി. അവരെനിക്ക് ഓരോ വീഡിയോസ് ഇട്ടുതരും. അന്നൊക്കെ ഞാൻ അവരോട് പറയും, ഇത് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു. ഇവിടെ വന്നതിൻ്റെ ശേഷം ദുബായിൽ, ഇവിടെ നമ്മൾ UAE വരുമ്പോൾ നോർമലി എന്താണ്, ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കണില്ല. ഒരു മൗലൂദോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അറബികളൊന്നും നടത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു നമുക്ക് സംശയം ഉണ്ടാവില്ല, ഇതെന്താ ഇങ്ങനെ ഇവർ നടത്താത്തത്. അവിടെ ജാറങ്ങൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും മറ്റേതും അതൊക്കെ നടത്തുന്നുണ്ട്, ഇവിടെ എന്താ അങ്ങനെ സംഭവിക്കാത്തെന്നുള്ളതൊരു സംശയമായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ പെട്ടതോ അൽഹംദുലില്ലാ ഒരു AP റൂമിലായിരുന്നു. അതെനിക്ക് ഹൈറായി തോന്നുന്നുണ്ട്. കാരണം അവർ ചെയ്യുന്ന ഒരു പ്രവർത്തികളൊക്കെ എനിക്ക് ദഹിക്കാത്ത പോലെ തോന്നി. കാരണം ഞാൻ മൗലൂദ് ചൊല്ലുമായിരുന്നു, പക്ഷേ ഈ മൊഹീദ്ദിമാലി ഞാൻ നേരത്തെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ എൻ്റെ അമ്മായി ഒരു വീഡിയോ ഇട്ടാൻ പറ്റി മൊഹീദ്ദിമാലയിൽ ഒരു വരി, അതായത് ഷെയ്ഖ് പറയുന്ന ഒരു വരിന്ന് ഇവർ അവകാശപ്പെടുന്നത്, അതായത് എല്ലാം എൻ്റെ കയ്യിലാണ്, അതായത് എന്നെ വിളിക്കുന്ന ആളുകൾക്ക് ഏത് സമയത്തും ഞാൻ ഉത്തരം നൽകുന്ന ആ ഒരു വരി എന്തോ എനിക്കൊരു മനസ്സിനൊരു സുഖം തോന്നിയില്ല. ഇതിപ്പോൾ ശരിയല്ലല്ലോ. കാരണം അതാണ് റസൂൽ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം. എന്നെ വിളിക്കൂ, ഞാൻ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം നൽകും, അതാണ് റസൂൽ പോലും പറഞ്ഞിട്ടില്ല. വഫാത്തിൻ്റെ സമയത്ത് പോലും നിങ്ങൾ നിസ്കാരത്തിൽ നിലനിർത്തും എന്നാണ് അള്ളാഹ് റസൂൽ കരഞ്ഞ് പറഞ്ഞത്. കാരണം സിദ്ദീഖ് തങ്ങൾ അവർ നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് അള്ളാഹ് റസൂൽ മറ്റേ സഹാബത്തിന് തോളത്ത് നിന്ന് കണ്ടാവും ക്ഷീണത്തിൽ പോലും അള്ളാഹ് റസൂൽ നോക്കി നിൽക്കുമായിരുന്നു എന്നുള്ളത്, തൻ്റെ സമുദായം നിസ്കാരത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അള്ളാഹ് റസൂൽ പോലും പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിസ്കരിക്കാതെ നിങ്ങൾ എന്നെ വിളിക്കും, ഇപ്പോൾ CM ഒക്കെ ചെയ്യുന്ന പോലെ ഒരു തടി നിസ്കരിക്കില്ല മറ്റേ തടി നിസ്കരിക്കും എന്നൊക്കെ പറഞ്ഞ മാതിരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും അള്ളാഹ് റസൂൽ കാണിച്ചു തന്നിട്ടില്ല, സഹാബത്തും കാണിച്ചു തന്നിട്ടില്ല. അള്ളാഹ് ഹബീബ് കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ സിദ്ദീഖ് തങ്ങളല്ലേ. ആ സിദ്ദീഖ് തങ്ങൾ പോലും കാണിച്ചു തരാത്ത കാര്യങ്ങളാണ് ഇവർ ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ പിന്നെ ഇവിടെ AP റൂമിൽ വന്നപ്പോൾ ഇവർ ഈ കാന്തപുരത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നപ്പോൾ എനിക്കൊരു ഒരു വിരക്തി തോന്നി. അള്ളാൻ്റെ ഹബീബിന് കൊടുക്കാത്ത, പോട്ടെ അള്ളാൻ്റെ റസൂലിന് കൊടുക്കാത്തൊരു റെസ്പെക്റ്റ് ആയിരുന്നു അവർ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്നത്. അവർ പിന്നെ അതുപോലെ തന്നെ അവർ സമുദായത്തിൽ ചില ആളുകളെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് പിന്നെ അതൊരു വെറുപ്പായി ആ ഒരു സമുദായത്തിനോടെ. പിന്നെ പതുക്കെ ഞാൻ അവരിൽ നിന്ന് ഇറങ്ങി ഞാൻ വേറെ റൂമിലേക്ക് മാറി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ, കാരണം എൻ്റെ ബുദ്ധി ഞാൻ അങ്ങനെ പണയം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാനിതുപോലെ തന്നെ ഓരോ വീഡിയോസും കാര്യങ്ങളും, പിന്നെ എൻ്റെ ഇതുപോലെ തന്നെ ഈ AP റൂമിൽ എൻ്റെ ഒരു ആളുണ്ടായിരുന്നു. അവനിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ അവന് ഞാൻ ഇതുപോലുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കുമ്പോൾ അവൻ്റെ ഒരു വ്യക്തമായൊരു ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അവൻ്റെ കയ്യിൽ നിന്ന്. അവനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളങ്ങനെ പറയാൻ പാടില്ല മഹാന്മാരെ കുറിച്ച്. പക്ഷെ എന്തുകൊണ്ടാണ് പറയാൻ പാടില്ല, അതായത് ഈ മഹാന്മാർ അല്ലെങ്കിൽ ഔലിയാക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശിർക്ക്പരമായ കാര്യങ്ങൾ ചെയ്യും എന്തുകൊണ്ട്. അപ്പോൾ അവർ പറയും അതൊക്കെ വേറെ മഹാൻ്റെ കാര്യം പറയും. അപ്പോൾ ഞാൻ പറയും വേറെ മഹാൻ്റെ കാര്യം പറയില്ല, അള്ളാഹുൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പറയാറ്. അപ്പോൾ അവർ പറയും അത് പറയുന്നത് നമ്മൾ, കാരണം അള്ളാഹുൻ്റെ റസൂലിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ നന്മകളാണ്. അപ്പോൾ അല്ല വിധേയത്ത് അതല്ലേ ശരിക്ക്. റസൂൽ കാണിച്ചിടത്തൊരു നന്മ നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയും അങ്ങനെ സംസാരിക്കരുത്, കാരണം നമ്മളെക്കാട്ട് അറിവുള്ള ആളുകളാണ് അവരൊക്കെ. അതിപ്പോൾ നോക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ, കാരണം ഖുർആനിൽ എന്താണോ കാണിച്ചത് അത് മാത്രം ഫോളോ ചെയ്താൽ പോരെ. അല്ലെങ്കിൽ പിന്നെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ സ്വഹിയായ സുന്നത്തുകൾ. അപ്പോൾ അവർക്കൊരു മീൻസ് ഒരു വ്യക്തമായ ഉത്തരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, അവർ സാറ്റിസ്ഫിക്കേഷന് വേണ്ടി ആയിരിക്കും, പക്ഷെ എനിക്കൊരു വ്യക്തത കിട്ടിയില്ല. അങ്ങനെ പിന്നെ എൻ്റെ അമ്മായിനോട് ഞാൻ മെസ്സേജ് അയച്ചു. അമ്മായിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് വരും. അതിൽ അൽഹംദുലില്ലാ എനിക്കത് ഉറപ്പായി ശരിക്ക് യഥാർത്ഥം അവരായിരുന്നു എന്നുള്ളത്.
പിന്നെ അമ്മായിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും, അന്നത്തെ ഒരവസ്ഥ. പിന്നെ അവരോട് ചോദിക്കും എന്തായിരുന്നു നിങ്ങൾ അന്നത്തെ അവസ്ഥ, നിങ്ങളെല്ലാ കുടുംബത്തിൽ നിന്നൊക്കെ ഒഴിവാക്കിയപ്പോൾ അവർ പറഞ്ഞ് ആദ്യമൊക്കെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓലോചിച്ചത് ഓരോ സ്വഹാബത്തിനെ കുറിച്ചായിരുന്നു. കാരണം അവരൊക്കെ കൊടിയ പീഡനങ്ങളായിരുന്നു ഏൽപ്പിച്ചത്, അല്ലാതെ റസൂൽ പോലും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അൽഹംദുലില്ലാ അതുപോലുള്ളൊരു അത്രത്തോളം ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു അംശം അള്ളാഹിനോട് വിശ്വസിച്ചത് മൂലം ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടല്ലോ പ്രയാസം. അപ്പോൾ അത് ഞങ്ങൾക്ക് ഹൈറല്ലേ എന്ന് ആലോചിച്ചപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്കതൊരു മനസ്സിനൊരു സുഖം കിട്ടി എന്നുള്ളതിലാണ് അവർ സംസാരിച്ചത്. അത് എത്രയൊക്കെ കുടുംബക്കാർ പോലും അവർ പരിചരിച്ചിട്ടും അവർ ആ ഒരു ഇത് കണ്ടെത്തിയത് അള്ളാഹുവിലാണ് ഒരു സത്ത്. അപ്പോൾ അതെന്നെ വല്ലാതെ ആകർഷിച്ചു അൽഹംദുലില്ലാ. പിന്നെ അതിനുശേഷം ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ അമ്മായി ഞാൻ സെൻഡ് ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണം. അവരാ പറഞ്ഞു എന്നോട് ഇങ്ങനെ ഈ കറാമത്ത് ചൂഷണം നല്ലൊരു ഗ്രൂപ്പാണ്, ഞാൻ എനിക്ക് ലിങ്ക് അയച്ചു തരാൻ. അങ്ങനെ ആ ലിങ്കിൽ കയറിയാണ് ഞാൻ. അപ്പോൾ ഇത് ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും, എൻ്റെ കുടുംബത്തിലൊക്കെ. ആ അമ്മായിനെ ആദ്യം എല്ലാവർക്കും വെറുപ്പായിരുന്നു. അമ്മായി ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്, അതുപോലത്തെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇതാരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഒരു കസിൻ ഇതേമാതിരി ചൂടായി അമ്മായിനോട്, നിങ്ങളിങ്ങനെ നിങ്ങളെ ആശയത്തിൽ നിങ്ങൾ നടന്നാൽ മതി, ഞങ്ങളെ പേപ്പിക്കാൻ നോക്കണ്ടാറുണ്ട്. അപ്പോൾ അമ്മായി ഇങ്ങനെ അമ്മായി ഒന്നും മിണ്ടൂല, അമ്മായി ഇടുള്ളൂ. അപ്പോൾ അമ്മായി എന്നോട് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഇടേണ്ടത് ആരെങ്കിലും ഒരാൾ അത് കണ്ട് ഒരാൾ ഇത് കണ്ട് നേർമാർഗത്തിൽ വന്നാൽ അൽഹംദുലില്ലാ നമുക്ക് ഹൈറല്ലേ, അതുകൊണ്ടാണ്. കാരണം എന്നിട്ട് അമ്മായി കരയും. കാരണം ഈ ഒരു അവസരത്തിൽ നമ്മളെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ആങ്ങളമാർ അല്ലെങ്കിൽ ബന്ധുക്കൾ മരിച്ചു പോയാൽ അവരെ അവസ്ഥ ആലോചിച്ചാണ് ഞാൻ കരയാറാണെന്ന് നടക്കണം. അവർ ശരിയാണ്, അവർ ഹിദായത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറാണ് അവർ. അപ്പോൾ അൽഹംദുലില്ലാ ഞാനും പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. പക്ഷേ അപ്പം ഞാൻ അമ്മായി റിജെന്തിന് എനിക്ക് എന്നോട് അവർ എന്തെങ്കിലും ചൂടാവില്ല, അവരെന്നോട് എന്ത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയും, തിരിച്ച് ഞാൻ പറയും നല്ല ലെവലിൽ. പക്ഷെ അൽഹംദുലില്ലാ എന്തുകൊണ്ടും അറിയില്ല, ഒരുപാട് എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിലെ ആളുകൾ ഞങ്ങൾ തമ്മിൽ കുറച്ച് മുന്നേ ഒരു വലിയൊരു ചർച്ചയൊക്കെ നടന്നു ഗ്രൂപ്പിൽ. ഒരുപാട് ആളുകൾ അതിൽ ഒട്ടുമൊക്കെ 99% ആളുകളും പറയുന്നത് ശരിയാണ്, ആ കാര്യങ്ങൾ ശരിയാണ്. ഈ ഉസ്താദന്മാർ ഈ ഒരു ഇൻജക്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പോകുന്നത്, നമ്മളെ ബുദ്ധി നമ്മൾ അവർക്ക് വേണ്ടി പണയം വെച്ചതാണ്, നമ്മളൊക്കെ ചെയ്ത തെറ്റെന്നുള്ളൊരു ഇതിലേക്കാണ് അവസാനം അൽഹംദുലില്ലാ എത്തിയതെല്ലാവരും. അപ്പോൾ മാറ്റങ്ങൾ, അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഈ ഒരു സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഭയങ്കര ഒരു ഹൈറാണ്. കാരണം സത്യത്തിന് ഏതൊരു നിലയിലുള്ള ആളുകൾക്കും മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു വളർച്ചയാണ് ഈ ഒരു സോഷ്യൽ മീഡിയാസ് കൊണ്ട്. കാരണം മറ്റുള്ള ആളുകളുടെ കള്ളത്തരങ്ങളൊക്കെ വളരെയധികം പൊളിച്ചടക്കിക്കൊണ്ട് ഒരു വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ. കാരണം നമ്മൾ പോലും ഇപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. കാരണം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളൊരു സൽബുദ്ധി, അതായത് ഇപ്പം മറ്റുള്ളവർ പറയുന്നത് അറിവിനെക്കാട്ടും നല്ല നമ്മളെ ബുദ്ധിയിൽ, അതായത് നമ്മളൊരു സത്യം കണ്ടെത്തണം എന്നൊരു നീയത്തോടു കൂടി നമ്മൾക്ക് മനസ്സിൽ ഇറങ്ങി തിരിച്ചാൽ അള്ളാഹു അത് തീർച്ചയായും നമുക്ക് നേടിത്തരും, അല്ലെങ്കിൽ അതിലേക്കുള്ള മാർഗം കാണിച്ചു തരുന്നതാണ്. അവർ പറയുന്ന പോലെ നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാത്ത കാര്യങ്ങളാണ് അതിൽ നിന്ന് അങ്ങനെ ഒരു സങ്കല്പം. ഇസ്ലാം വളരെ ലളിതമാണ്. അതായത് അള്ളാഹ് ഇവർ പറഞ്ഞ പോലെ, മഹാന്മാർ പറഞ്ഞ പോലെ, അതായത് ഏത് ലെവലിലാണോ നമ്മളെ വിജ്ഞാനം കിടക്കുന്നത് ആ ഒരു ലെവലിലേക്കായിരിക്കുമല്ലോ നമ്മൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ രീതിയിലുള്ള ആളുകൾക്ക് ആ ഒരു രീതി മനസ്സിലാക്കാൻ കഴിയും, അതിനടക്കം അധികം ഈ ആളുകൾക്ക് അതിനകം മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൊരു സങ്കല്പമാണ്. ഏതായാലും അൽഹംദുലില്ലാ നിങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ വളരെ എന്താ പറയുക ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ ഇടുന്നതൊക്കെ. ഇൻഷാ അല്ലാഹ് ഇനിയും അള്ളാഹു വളരെയധികം ഹൈറും കാര്യങ്ങളൊക്കെ തരട്ടെ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് ഇതുപോലുള്ള സത്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിന്.